രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കടുത്ത ക്ഷീണം തോന്നാറുണ്ടോ? എത്രയൊക്കെ വ്യായാമം ചെയ്തിട്ടും നിങ്ങളുടെ വയറ്റിലെ കൊഴുപ്പ് കുറയുന്നില്ലേ? മുഖത്ത് പെട്ടെന്ന് കുരുക്കൾ വരികയും ചർമ്മത്തിന്റെ സ്വാഭാവികമായ തിളക്കം നഷ്ടപ്പെടുകയും പ്രായം തോന്നിക്കുകയും ചെയ്യുന്നുണ്ടോ? അകാരണമായ ദേഷ്യവും വിഷമവും പെട്ടെന്നുണ്ടാകാറുണ്ടോ? ഇതിനെല്ലാം കാരണം നിങ്ങൾ ദിവസവും വളരെ സ്നേഹത്തോടെ കഴിക്കുന്ന ഒരു കാര്യമായിരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട പഞ്ചസാര. ഈയൊരു വെളുത്ത പൊടി നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ക്രൂരതകൾ എത്രയാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ മിക്കവാറും ഒരു കപ്പ് ചൂടുള്ള ചായയിലോ കാപ്പിയിലോ ആയിരിക്കും. അതിൽ തുടങ്ങുന്നു നമ്മുടെ മധുരത്തോടുള്ള യാത്ര. പിന്നീട് പകൽ സമയങ്ങളിൽ കഴിക്കുന്ന ബിസ്ക്കറ്റുകൾ, ബേക്കറി പലഹാരങ്ങൾ, തണുത്ത പാനീയങ്ങൾ, എന്തിന് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന പല പാക്കറ്റ് ഭക്ഷണങ്ങളിലും നമ്മൾ പോലും അറിയാതെ വലിയ അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മധുരപലഹാരങ്ങൾ കഴിക്കുമ്പോൾ മാത്രമാണ് പഞ്ചസാര ശരീരത്തിലെത്തുന്നതെന്നാണ്. എന്നാൽ അതല്ല സത്യം. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന മധുരമുണ്ട്. ഈ മധുരം നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ തലച്ചോറിൽ ഡോപ്പമൈൻ എന്നൊരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് പെട്ടെന്നൊരു സന്തോഷം നൽകും. വീണ്ടും വീണ്ടും മധുരം കഴിക്കാനുള്ളൊരാസക്തി നമ്മുടെ തലച്ചോർ തന്നെ ഉണ്ടാക്കിയെടുക്കും. ലഹരിവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന അതേ മാറ്റങ്ങൾ തന്നെയാണ് തുടർച്ചയായി മധുരം കഴിക്കുമ്പോഴും ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു നേരം മധുരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാർന്നുതിന്നുന്ന ഒരു ശീലമാണിത്. എന്നാൽ ഈ ശീലത്തിൽ നിന്നും നമുക്ക് പുറത്തുകടക്കാൻ സാധിച്ചാലോ? വെറും 21 ദിവസം. അതെ, കൃത്യം 21 ദിവസം നിങ്ങൾ പൂർണ്ണമായും പഞ്ചസാര ഒഴിവാക്കിയാൽ നിങ്ങളുടെ ശരീരത്തിലും മുഖത്തും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. തുടർന്നു പോകുന്നതിന് മുൻപായി ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് മധുരം ഒരുപാട് ഇഷ്ടമാണോ? ഒരു ദിവസം പോലും മധുരം കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നാറുണ്ടോ? എങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ പുതിയ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. 21 ദിവസത്തെ ഈ യാത്ര ഒട്ടും എളുപ്പമുള്ള ഒന്നല്ല, പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. കാരണം വർഷങ്ങളായി മധുരത്തോട് പൊരുത്തപ്പെട്ട ഒരു ശരീരത്തെ പെട്ടെന്നതിൽ നിന്നും മാറ്റിയെടുക്കുമ്പോൾ ശരീരം അതിനോട് ശക്തമായി പ്രതികരിക്കും. ഈ 21 ദിവസങ്ങളെ നമുക്ക് പ്രധാനമായും 4 ഘട്ടങ്ങളായി തിരിക്കാം. ഓരോ ഘട്ടത്തിലും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഒന്നാം ഘട്ടം, ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങൾ. ഇതൊരു പോരാട്ടത്തിന്റെ സമയമാണ്. നിങ്ങൾ പഞ്ചസാര പൂർണ്ണമായും നിർത്തുമ്പോൾ നിങ്ങളുടെ ശരീരം അതിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങും. തലച്ചോറിന് കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന ഡോപ്പമൈൻ എന്ന സന്തോഷം നൽകുന്ന ഹോർമോണിന്റെ അളവ് പെട്ടെന്ന് കുറയുന്നു. ഇതിന്റെ ഫലമായി നിങ്ങൾക്ക് കടുത്ത തലവേദന അനുഭവപ്പെടാം. ശരീരത്തിന് വല്ലാത്തൊരു ക്ഷീണം തോന്നും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരികയും പെട്ടെന്ന് സങ്കടം വരികയും ചെയ്യുന്ന മാനസികാവസ്ഥയുണ്ടാകും. എങ്ങനെയെങ്കിലും കുറച്ചു മധുരം കഴിച്ചാൽ മതി എന്നൊരു തോന്നൽ തലച്ചോർ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കും. പലരും ഈ ആദ്യത്തെ 3 ദിവസങ്ങളിൽ തന്നെ തോറ്റു പിന്മാറാറാണ് പതിവ്. എന്നാൽ ഈ അസ്വസ്ഥതകൾ നിങ്ങളുടെ ശരീരം പഴയ ആരോഗ്യത്തിലേക്ക് തിരികെ പോകാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നതും പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഈ ദിവസങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. രണ്ടാം ഘട്ടം, 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ ശരീരവും തലച്ചോറും മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും. ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്ന കടുത്ത തലവേദനയും ക്ഷീണവും മെല്ലെ കുറയാൻ തുടങ്ങും. പകരം നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം അനുഭവപ്പെട്ടു തുടങ്ങും. മുൻപ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നിയിരുന്ന ആ വലിയ ക്ഷീണം ഇപ്പോൾ ഉണ്ടാകില്ല. പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷത്തോടെ ജോലികൾ ചെയ്യാൻ സാധിക്കും. ഇതിന് കാരണമുണ്ട്. പഞ്ചസാര ശരീരത്തിലെത്തുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്യും. ഇതുകൊണ്ടാണ് മധുരം കഴിച്ച ഉടനെ ഊർജ്ജം തോന്നുകയും കുറച്ചു കഴിയുമ്പോൾ കടുത്ത ക്ഷീണം തോന്നുകയും ചെയ്യുന്നത്. എന്നാൽ പഞ്ചസാര ഒഴിവാക്കുന്നതോടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഒരുപോലെ നിലനിൽക്കുകയും നിങ്ങൾക്ക് ദിവസം മുഴുവൻ ഒരേ ഊർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം ഉറക്കത്തിലാണ്. രാത്രികളിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഉറങ്ങാൻ സാധിക്കും. അതുപോലെ നല്ല ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുകയും ചെയ്യും. മൂന്നാം ഘട്ടം, 8 മുതൽ 14 വരെയുള്ള ദിവസങ്ങൾ. ഈ ഘട്ടത്തിലാണ് നിങ്ങളുടെ ശരീരത്തിലും മുഖത്തും ബാഹ്യമായ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങുന്നത്. ആദ്യം നമുക്ക് മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. മധുരം കൂടുതലായി കഴിക്കുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ പ്രായം വേഗത്തിൽ വർദ്ധിപ്പിക്കും. പഞ്ചസാര രക്തത്തിലെ പ്രോട്ടീനുകളുമായി ചേരുമ്പോൾ ഗ്ലൈക്കേഷൻ എന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിന് ഇലാസ്തികത നൽകുന്ന കൊളാജൻ കോശങ്ങളെ നശിപ്പിക്കും. ഇതാണ് മുഖത്ത് ചുളിവുകൾ വീഴാനും പ്രായം തോന്നിക്കാനും കാരണം. എന്നാൽ പഞ്ചസാര ഒഴിവാക്കി 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ കൊളാജൻ കോശങ്ങൾ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങും. മുഖത്തെ നീർക്കെട്ട് പൂർണ്ണമായും മാറും. കവിളുകൾക്കും കണ്ണുകൾക്കും താഴെയുണ്ടായിരുന്ന തടിപ്പ് കുറയും. മുഖക്കുരു ഉള്ളവരാണെങ്കിൽ അത് വളരെ വേഗത്തിൽ ഉണങ്ങാൻ തുടങ്ങും. പുതിയതായി മുഖക്കുരു വരുന്നത് പൂർണ്ണമായും നിൽക്കും. ചർമ്മത്തിന് സ്വാഭാവികമായ ഒരു തിളക്കം കൈവരും.
വില കൂടിയ ക്രീമുകൾ പുരട്ടിയാൽ കിട്ടുന്നതിനേക്കാൾ വലിയ മാറ്റമായിരിക്കും നിങ്ങളുടെ മുഖത്ത് ഈ ദിവസങ്ങളിൽ പ്രകടമാകുക. ഇനി ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ശരീരഭാരം കുറയാൻ തുടങ്ങും. പ്രത്യേകിച്ച് വയറിനു ചുറ്റുമുള്ള കൊഴുപ്പ്. പഞ്ചസാര ശരീരത്തിലെത്തുമ്പോൾ ഇൻസുലിൻ എന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിച്ചു വയ്ക്കാൻ കാരണമാകുന്നത്. പഞ്ചസാര ഒഴിവാക്കുന്നതോടെ ഇൻസുലിൻ ഉൽപ്പാദനം കൃത്യമായ അളവിലാകുകയും ശരീരം ഊർജ്ജത്തിനായി ശേഖരിച്ചു വച്ചിരിക്കുന്ന കൊഴുപ്പിനെ കത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. വയറിലെ ദഹനപ്രക്രിയ വളരെ സുഗമമാകും. അസിഡിറ്റി, ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ വലിയ അളവിൽ കുറയും. ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയർ വീർത്തുവരുന്ന ബുദ്ധിമുട്ട് ഈ ദിവസങ്ങളോടെ പൂർണ്ണമായും മാറും. 4ാം ഘട്ടം 15 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ. ഇതൊരു പുതിയ തുടക്കമാണ്. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും പഞ്ചസാര എന്ന ശീലത്തിൽ നിന്നും മോചിതമായിട്ടുണ്ടാകും. മധുരം കഴിക്കണം എന്ന ആസക്തി ഇപ്പോൾ നിങ്ങൾക്ക് തീരെ ഉണ്ടാകില്ല. നിങ്ങളുടെ മുന്നിൽ വലിയൊരു മധുരപലഹാരം വെച്ചാൽ പോലും നിങ്ങൾക്കത് കഴിക്കാൻ തോന്നില്ല. അത്രത്തോളം നിങ്ങളുടെ തലച്ചോർ മാറിവന്നിട്ടുണ്ടാകും. നിങ്ങളുടെ ചിന്തകൾക്ക് വലിയ വ്യക്തത കൈവരും. ഓർമ്മശക്തി വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഈ 21 ദിവസങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ വലിയ അറ്റകുറ്റപ്പണികളാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കരളിന്റെ ആരോഗ്യത്തിൽ. നമ്മൾ കഴിക്കുന്ന അമിതമായ മധുരം കരളിൽ കൊഴുപ്പായിട്ടാണ് അടിയുന്നത്. ഇതാണ് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണം. എന്നാൽ പഞ്ചസാര നിർത്തുമ്പോൾ കരൾ അതിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും സ്വയം ശുദ്ധീകരിക്കാനും തുടങ്ങും. നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. രക്തസമ്മർദ്ദം കൃത്യമായ അളവിലാകും. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ഗണ്യമായി കുറയുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ചെയ്യും. ഭാവിയിൽ പ്രമേഹം, ഹൃദ്രോഗം പോലുള്ള വലിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഈയൊരു തീരുമാനത്തിലൂടെ നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ഇത്രയും മാറ്റങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരത്തെ ഈ മധുരം ഉപയോഗിച്ച് നശിപ്പിക്കുകയായിരുന്നു എന്ന്. പഞ്ചസാര എന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത ഒന്നാണ്. പ്രകൃതിദത്തമായി പഴങ്ങളിലും പച്ചക്കറികളിലും പാലിലുമൊക്കെ അടങ്ങിയിട്ടുള്ള മധുരം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകാൻ ധാരാളമാണ്. നമ്മൾ പുറത്തുനിന്നും ചേർക്കുന്ന വെളുത്ത പഞ്ചസാര വെറുമൊരു വിഷം മാത്രമാണ്. അത് പതുക്കെ പതുക്കെ നമ്മളെ കാർന്നു തിന്നുകയാണ്. ഈ മാറ്റങ്ങൾ കേവലം 21 ദിവസങ്ങൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഇതൊരു പുതിയ ജീവിതശൈലിയുടെ തുടക്കം മാത്രമാണ്. ഈ 21 ദിവസം നിങ്ങൾ പൂർത്തിയാക്കിയാൽ പിന്നീടൊരിക്കലും നിങ്ങൾക്ക് പഴയതുപോലെ മധുരത്തോട് പ്രിയം തോന്നില്ല. നിങ്ങളുടെ നാവിന്റെ രുചി മുകുളങ്ങൾ പോലും മാറിയിട്ടുണ്ടാകും. സാധാരണ ഭക്ഷണത്തിന്റെ തനതായ രുചി നിങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും. ഒരു ആപ്പിളോ വാഴപ്പഴമോ കഴിക്കുമ്പോൾ മുൻപ് കിട്ടാത്തത്ര മധുരവും രുചിയും നിങ്ങൾക്ക് അനുഭവപ്പെടും. പലരും ചിന്തിക്കുന്നത് പഞ്ചസാര ഒഴിവാക്കിയാൽ പിന്നെ എന്ത് കഴിക്കുമെന്നാണ്. നമ്മുടെ നാട്ടിൽ പഞ്ചസാരയില്ലാത്ത ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. രാവിലെ ചായ കുടിക്കുന്ന ശീലം മാറ്റാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മധുരം ചേർക്കാത്ത ചായയോ ഗ്രീൻ ടീയോ ശീലമാക്കാം. ആദ്യത്തെ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മധുരമുള്ള ചായ കുടിക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം. വിശയ്ക്കുമ്പോൾ ബേക്കറി പലഹാരങ്ങൾക്ക് പകരം കുറച്ച് നട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കാം. പ്രധാന ഭക്ഷണങ്ങളിൽ കൂടുതൽ പച്ചക്കറികളും പ്രോട്ടീനും ഉൾപ്പെടുത്തുക. ഇതെല്ലാം ഈ യാത്രയെ എളുപ്പമാക്കും. ഈയൊരു വീഡിയോ കണ്ടതിനുശേഷം നാളെ മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ നടന്നെന്ന് വരില്ല. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ഇപ്പോൾ മുതലാണ്. നിങ്ങളുടെ വീട്ടിലെ പഞ്ചസാര പാത്രം മാറ്റിവെക്കുക. നിങ്ങളുടെ ശരീരത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഈ തീരുമാനം. നല്ല ആരോഗ്യം, തിളക്കമുള്ള ചർമ്മം, ചുറുചുറുക്ക്, വ്യക്തമായ ചിന്തകൾ, ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ 21 ദിവസത്തെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ആരോഗ്യത്തിനുവേണ്ടി ഈ ഒരു ചെറിയ ത്യാഗം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആണെങ്കിൽ ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് താഴെ തീർച്ചയായും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്താൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിച്ചു തുടങ്ങാൻ ഇന്നേക്കാൾ നല്ലൊരു ദിവസമില്ല. മാറ്റങ്ങൾ നാളെ മുതലല്ല, ഇന്നു മുതൽ ഇപ്പോൾ മുതൽ തുടങ്ങട്ടെ.